Hello everyone, welcome back to another video on the series Uses of may. Maybe, may have been. May എന്ന് പറയുന്ന മോഡൽ വെർബുകളുടെ മറ്റ് പാറ്റേൺസ് ആണ് മേ ബി, മേ ഹാവ് ബീൻ എന്ന് പറയുന്നത്. അപ്പോൾ മേയുടെ അതേ ഉപയോഗം തന്നെ, മേയുടെ ഉപയോഗമാണ് ശരിക്കും നമ്മൾ പഠിക്കാനുള്ളത്. ബാക്കിയുള്ളത് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. അപ്പോൾ മേ എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതും അതുപോലെ മേ ബി, മേ ഹാവ് ബീൻ ഒക്കെ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് വരുന്നത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് മേ. കാരണം നമ്മുടെ നിത്യസംഭാഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത അത്യന്താപേക്ഷികമായിട്ടുള്ള വാക്കാണ് മേ. മേ എന്ന് പറയുന്നത് പ്രധാനമായും 3 ഇടങ്ങളിലാണ് നമ്മൾ കോമൺ സംഭാഷണങ്ങൾ ഉപയോഗിച്ച് കാണാറുള്ളത്. ഒന്ന്, എക്സ്പ്രസിംഗ് പോസിബിലിറ്റി, സാധ്യതകൾ പറയാൻ വേണ്ടിയിട്ട്. 2, ടു എക്സ്പ്രസ് പെർമിഷൻ, അനുവാദം കാണിക്കാൻ വേണ്ടിയിട്ട്. അനുവാദം അത് ചോദിക്കലാവാം, കൊടുക്കലാവാം. ഒരാളുടെ അനുവാദം ചോദിക്കുന്നതാവാം, ഒരാൾക്കൊരു അനുവാദം നൽകുന്നതും ആവാം. അങ്ങനെ അനുവാദം, പെർമിഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡൽ വേർബാണ് മേ. അതുപോലെ ടു എക്സ്പ്രസ് ഹോപ്പ് ഫോർ വിഷ്, നമ്മളൊരാളെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാൾക്ക് ഒരു നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് മേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ആദ്യമായിട്ട് മേയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഉപയോഗം എക്സ്പ്രസിംഗ് പോസിബിലിറ്റി ഓർ അൺസർട്ടനിറ്റി. അല്ലെ, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു എക്സ്പ്രസിംഗ് പോസിബിലിറ്റി, സാധ്യതകൾ പറയാൻ വേണ്ടി. അത് ചില സമയത്ത് അൺസർട്ടനിറ്റി, രണ്ടും തന്നെയാണ്. സാധ്യതകൾ നമുക്ക് ഉറപ്പില്ലാത്തതാണല്ലോ പോസിബിലിറ്റി എന്ന് പറയുന്നത്. എക്സ്പ്രസിംഗ് പോസിബിലിറ്റി ഓർ അൺസർട്ടനിറ്റി എന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കാം, കുറച്ചു ചെറിയ സംഭാഷണ ശകലങ്ങൾ പരിശോധിക്കാം. എന്തുകൊണ്ടാണ് തുണികൾ ഇതുവരെ ഉണങ്ങാത്തത്? Why isn't the clothes dry yet? എന്തുകൊണ്ടാണ് തുണികൾ ഇതുവരെ ഉണങ്ങാത്തത്? Why isn't the clothes are dry yet? ഇന്ന് മേഘാവൃതമായതിനാൽ കൂടുതൽ സമയം എടുത്തേക്കാം. ഇതൊരു പോസിബിലിറ്റിയാണ് പറയാം, അല്ലേ? ഇന്ന് ആകാശം മേഘാവൃതമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എടുത്തേക്കാം എന്നുള്ളത് എടുത്തേക്കാം ഒരു പോസിബിലിറ്റിയെ കുറിക്കുകയാണ്. ഇറ്റ് മേ ടേക്ക് ലോങ്ങർ ബിക്കോസ് ഇറ്റ്സ് ക്ലൗഡി ടുഡേ. ഇറ്റ് മേ ടേക്ക് ലോങ്ങർ ബിക്കോസ് ഇറ്റ്സ് ക്ലൗഡി ടുഡേ. അപ്പോൾ ഇറ്റ്സ് മേ ടേക്ക് ലോങ്ങർ, കൂടുതൽ സമയം എടുത്തേക്കാം, സാധ്യതയാണ് പറയുന്നത്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ മേ ഉപയോഗിക്കുന്നു. മറ്റൊരു ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ വാരാന്ത്യത്തിൽ നമുക്ക് മുത്തശ്ശിയെ സന്ദർശിക്കാൻ കഴിയുമോ? Can we visit grandma this weekend? നമുക്ക് അവരെ ഞായറാഴ്ച സന്ദർശിക്കാം. ഓക്കെ, ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറയാം, നമുക്ക് സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്യാം, പോസിബിലിറ്റിയാണ്. We may visit her on Sunday. We may visit her on Sunday. നമുക്കവരെ ഞായറാഴ്ച സന്ദർശിക്കാം, അല്ലെ? അതിനുള്ളൊരു വി മേ വിസിറ്റ്, നമ്മൾ സന്ദർശിച്ചേക്കാം, സന്ദർശിക്കാൻ കഴിഞ്ഞേക്കാം, നമുക്ക് ഞാൻ സംഭവിച്ചേക്കാം, സാധിച്ചേക്കാം, പോസിബിലിറ്റി. മറ്റൊരു സംഭാഷണം, അവർ കൃത്യസമയത്ത് എത്തുമോ? Will they arrive on time? ട്രാഫിക് കാരണം അവർ കൂടുതൽ സമയം എടുത്തു, അല്ല? വീണ്ടും പോസിബിലിറ്റിയാണ് പറയുന്നത്. ട്രാഫിക് കാരണം അവർ കൂടുതൽ സമയം എടുത്തേക്കാം. They may take longer because of traffic. They make longer because of traffic. That means due to the traffic. Okay? എന്തുകൊണ്ടാണ് ആകാശം ഇരുളുന്നത്? Why is the sky turning gray or turning dark? Why is the sky turning dark? Why is the sky turning gray? ആകാശം ഇങ്ങനെ ഇരുണ്ട് വരുന്നത് നമുക്ക് ടേൺ ഗ്രേ എന്ന് പറയാം, ഓക്കെ, അല്ലെങ്കിൽ ടേൺ ഡാർക്ക് എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ആകാശം ഇരുളുന്നത്? Why is the sky turning gray? ചിലപ്പോ മഴ പെയ്തേക്കാം, അതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയില്ല, പോസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ടാവാം ഇങ്ങനെ ആകാശം ഗ്രേ ആവുന്നത് അല്ലെങ്കിൽ ഇരുളുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ മഴ പെയ്തേക്കാം. It may rain sometimes. It may rain sometimes. എന്തുകൊണ്ടാണ് ബൾബ് മിന്നുന്നത്? ഒരു ബൾബ് ഇങ്ങനെ മിന്നുന്നുണ്ട്, അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ബൾബ് മിന്നുന്നത്?
Why is the bulb flashing? Why is the bulb flashing? ഈ ഫ്ലാഷിംഗ് എന്ന് പറയുന്ന വൊക്കാബുലറി ശ്രദ്ധിക്കുക. ബൾബിന് മിന്നുന്ന ഫ്ലാഷിംഗ് എന്ന് പറയും. വൈ ഇസ് ദ ബൾബ് ഫ്ലാഷിംഗ്? ഞാനിവിടെ തരുന്ന എക്സാമ്പിൾസ് എല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷിൽ ആവശ്യമായിട്ടുള്ള സെന്റൻസുകളാണ്. അപ്പോൾ ആ സെന്റൻസുകളൊക്കെ പറഞ്ഞ് പഠിക്കുക. ഇതെല്ലാം എപ്പോഴും ഉപയോഗിക്കുന്നത്. വൈ ഇസ് ദ ബൾബ് ഫ്ലാഷിംഗ്? അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ പറയാം, അപ്പൊ ആ ബൾബ് ഇത് കെട്ടുപോകാനുള്ള സാധ്യതയില്ലെന്ന്. ഇങ്ങനെ മിന്നി അതായത് കത്തി തീരാനുള്ള, കേടാവാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കെട്ടുപോയേക്കാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് അത് കെട്ടുപോയേക്കാം. ഇറ്റ് വിൽ ബേൺ ഔട്ട്. ഈ ബൾബൊക്കെ ഇങ്ങനെ അത് കത്തി ഒരു പ്രായമാകുമ്പോൾ ഒരു സമയമാകുമ്പോൾ അത് കെട്ടുപോകുമല്ലോ, അണഞ്ഞു പോകും. പിന്നീട് അത് കത്തില്ല, അതായത് ബൾബ് കേടായി പോവുക. അതിന് നമ്മൾ ബേൺ ഔട്ട് എന്ന് പറയുന്ന വൊക്കാബുലറിയാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഇറ്റ് വിൽ ബേൺ ഔട്ട്. ഓക്കെ. ഇനി നമുക്ക് മേയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപയോഗം, എക്സ്പ്രസ് പെർമിഷൻ അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു അനുവാദം. ഞാൻ ഇവിടെ ഇരിക്കട്ടെ, മേ ഐ സിറ്റ് ഹിയർ. പെർമിഷൻ ചോദിക്കില്ല, ആസ്കിങ് പെർമിഷൻ അല്ലേ? ഇരുന്നോളൂ, യെസ് യു മേ. പെർമിഷൻ കൊടുക്കലാണ്. അപ്പൊ പെർമിഷൻ ചോദിക്കാൻ, പെർമിഷൻ നൽകാൻ മേ കൊണ്ട് സാധിക്കും. സ്കൂൾ കഴിഞ്ഞ് ഞാൻ സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോയിക്കോട്ടെ, പെർമിഷനാണ്, ചോദിക്കുകയാണ് അല്ലേ? മേ ഐ ഗോ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ആഫ്റ്റർ ദ സ്കൂൾ. ആയിക്കോട്ടെ, പക്ഷെ രാത്രി 8 മണിക്ക് മുമ്പ് തിരിച്ചെത്തും. ആയിക്കോട്ടെ, വീണ്ടും അനുവാദം നൽകുകയാണ്. യെസ് യു മേ ബട്ട് ബി ബാക്ക് ബൈ 8 PM. യെസ് യു മേ ബട്ട് ബി ബാക്ക് ബൈ 8 PM. ബി ബാക്ക് എത്തണം ബൈ 8 PM, 8 മണിയോടെ. ഓക്കെ, അടുത്ത, ഞാൻ നാളെ അവധി എടുത്തോട്ടെ. May I take the day off tomorrow? And may I take a day off tomorrow? May I take the day off tomorrow? എടുക്കാം, പക്ഷെ ദയവായി ജോലികൾ തീർത്തെന്ന് ഉറപ്പുവരുത്തണം. ജോലികൾ തീർത്തു എന്ന് ഉറപ്പുവരുത്തണം. You may. That means you will take a day off. You may take the day off tomorrow. Yes, you may take the day off tomorrow. Just yes, you may. But please make sure. Wait, what? But please make sure to complete your tasks. But please make sure to complete your works. Alright? Okay. ഞാൻ ഇന്ന് നേരത്തെ പോയിക്കോട്ടെ. May I leave early today? May I leave early today? May I go early today? May I leave early today? ആയിക്കോട്ടെ, പക്ഷെ മാനേജർ അറിയിച്ച് നോക്കുക. You may, but make sure to inform the manager. Okay. ഞങ്ങൾ ഇപ്പോൾ ടി വി കണ്ടോട്ടെ. May we watch TV now? കാണാം, പക്ഷെ വെറും അരമണിക്കൂർ മാത്രം. Yes, you may, but only for half an hour. ഇനി മേയുടെ മറ്റൊരു ഉപയോഗം, to express hope for wish. നമ്മൾ ഒരാളെ ഒരു wish ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ wish ചെയ്യാൻ വേണ്ടി മേ ഉപയോഗിക്കാറുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you. നന്ദി, ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. Thank you, may God bless you. നിങ്ങളുടെ യാത്ര സുരക്ഷിതവും ആസ്വാദ്യകരവുമാവട്ടെ. May you have a safe and enjoyable journey. ഒരു യാത്ര പോകുന്ന ഒരാളോട് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. May you have a safe journey. May you have a safe and enjoyable journey. Okay? നന്ദി. Thank you. നിങ്ങൾ നിങ്ങളുടെ തൊഴിലിൽ മികച്ച നേട്ടം കൈവരിക്കട്ടെ. May you achieve great success in your career. Okay, അപ്പോൾ ഒരു വിഷയമാണ്. നന്ദി. Thank you, or otherwise thank the Lord.
നെക്സ്റ്റ് എക്സാമ്പിൾ. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ജന്മദിനങ്ങൾ ഉണ്ടാവട്ടെ. നമ്മൾ മലയാളത്തിൽ ശരിക്കാണ് പറയാറില്ല, പക്ഷെ ആ അർത്ഥം വെച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരു ശൈലിയുണ്ട്. മേ യു ഹാവ് മെനി മോർ ഹാപ്പി ബർത്ത്ഡേ ahead. May you have many more happy birthdays ahead. Many happy returns of the day എന്ന് പറയാം അല്ലേ? many happy returns of the day. May you have many more happy birthdays ahead. അതൊരു ശൈലിയാണ്. കൂടുതൽ ആളുകൾ പറയാറില്ല, പറയുന്നത് കേട്ടില്ലെങ്കിലും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണത്. പൊതുവെ എന്താ പറയുക, ഇംഗ്ലീഷ് സ്പീക്കേഴ്സ്, നേറ്റീവ് സ്പീക്കേഴ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഇത് പറയുന്നത് കേട്ടിട്ടില്ല. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ആണ് സാധാരണ പറയാറ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന മറ്റു പ്രയോഗമാണ് മേ യു ഹാവ് മെനി മോർ ഹാപ്പി ബർത്ത്ഡേസ് ahead. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. നിങ്ങളെല്ലാം ഇപ്പോൾ ആരോഗ്യവാനും ശക്തനുമായിരിക്കട്ടെ, നല്ല ആരോഗ്യമുള്ള ആളായിട്ടിരിക്കട്ടെ എന്നർത്ഥം. മേ യു സ്റ്റേ ഹെൽത്തി ആൻഡ് സ്ട്രോങ്. മലയാളത്തിൽ പറയുമ്പോൾ അത്ര എങ്ങനെ ഉചിതമായി തോന്നിയെന്ന് വരില്ല, പക്ഷേ ഇംഗ്ലീഷിൽ ഇങ്ങനെയുള്ള ശൈലികളുണ്ട്. മേ യു സ്റ്റേ ഹെൽത്തി ആൻഡ് സ്ട്രോങ് ഓൾവേസ്. മേ യു സ്റ്റേ ഹെൽത്തി ആൻഡ് സ്ട്രോങ് ഓൾവേസ്. നന്ദി. നിങ്ങളും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കട്ടെ. തിരിച്ച് നമ്മൾ വിഷയമാണ്. താങ്ക് യു. May you also stay healthy and happy. Thank you. May you also stay healthy and happy. Okay, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി മേ ബിയുടെ യൂസേജ്. മേ ബി പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്രസിംഗ് പോസിബിലിറ്റി ഓർ അൺസർട്ടനിറ്റി. പോസിബിലിറ്റി അൺസർട്ടനിറ്റി പറയാൻ വേണ്ടിയിട്ട് മേ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് മേ ബി ഉപയോഗിക്കുക. ചിലയിടങ്ങളിൽ മേ ഉപയോഗിക്കാൻ പറ്റില്ല, മേക്ക് പകരം മേൻ്റെ കൂടെ ഒരു ബി കൂടി വേണ്ടി വരും. എസ്പെഷ്യലി ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പറയുന്ന സമയത്ത് വെർബിന്റെ ing രൂപം ഉണ്ടെങ്കിൽ ബി വേണ്ടി വരും. അത്തരം സിറ്റുവേഷനിൽ സത്യത്തിൽ മേ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് മേ ബി. അപ്പൊ എക്സ്പ്രസിംഗ് പോസിബിലിറ്റി ഓർ അൺസർട്ടനിറ്റി നോക്കാം. കുട്ടികൾ ശരിക്കും നിശബ്ദരാണല്ലോ. The kids are really quiet. ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോ നമ്മളിവിടെ ഒരു പോസിബിലിറ്റി, എനിക്ക് അതിൻ്റെ ഉറപ്പില്ല, അൺസർട്ടനിറ്റി പറയാണ്. അവർ സ്വീകരണ മുറിയിൽ ടി വി കാണുകയായിരിക്കും. അവർ സ്വീകരണ മുറിയിൽ ടി വി കാണുകയായിരിക്കും. They may be watching TV in living room. Okay, living room and കൂടി ആഡ് ചെയ്യണം. They may be watching TV in living room. ഒരു ലിവിംഗ് റൂമിൽ ടി വി കാണുകയായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ they may watching എന്ന് പറയാൻ പറ്റില്ല. കാരണം വാച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു ing വെർബ് വന്നു, വെർബിന്റെ V3 ആണ്, സോറി ing രൂപമാണ്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ മേഡ് ഇവിടെ ബി വന്നു. അതുകൊണ്ടാണ് ശരിക്കും ഇത് മേഡ് അതേ മീനിങ്ങിൽ തന്നെയാണ് മേ ബി ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ വെർബ് ഒരു കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ദേ മേ ബി വാച്ചിങ്, അതുകൊണ്ടാണ് ബി വാച്ചിങ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ബി ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല, ഇത് മേയുടെ അതേ ഉപയോഗം തന്നെയാണ്, പക്ഷെ ഒരു ബി അധികം വന്നിട്ടുണ്ട്. ഇന്ന് മഴ പെയ്യാൻ പോവുകയാണോ? Is it going to rain today? Is it going to rain today? ആയിരിക്കാം. ആകാശം അല്പം മേഘാവൃതം ആയിരിക്കാം. അപ്പൊ ഇത്ര ഇനിയുള്ള സെറ്റുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ കണ്ടിന്യൂസ് ടെൻസിൽ ing വെർബിന്റെ ing ഉണ്ടെങ്കിൽ മേ ബി ഉപയോഗിക്കും, മേന്റെ കൂടെ ബി ഉപയോഗിക്കും. അത് കൂടാതെ നമ്മൾ ഇതേപോലെ തന്നെ പോസിബിലിറ്റി പറയുന്നത് മേ ബി എന്ന് പറയും. ഇറ്റ് മേ ബി ആയിരിക്കാം. That means it may be going to rain. It may be going to rain today എന്നാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്. It may be the sky looks a bit cloudy. It may be the sky looks a bit cloudy. It means ആകാശം ഇത്തിരി കുറച്ച് അല്പം മേഘാവൃതമാണ്, ക്ലൗഡിയാണ്. മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. എനിക്ക് എന്റെ താക്കോൽ എവിടെയും കാണാൻ കഴിയില്ല. I can't find my keys anywhere. I can't find my keys anywhere. അപ്പൊ നിങ്ങളുടെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ, ജാക്കറ്റ് പോക്കറ്റ് എന്ന് പറയും അല്ലെ, ജാക്കറ്റിന്റെ പോക്കറ്റിൽ ഉണ്ടായിരിക്കാം. There may be in your jacket pocket. There may be in your jacket's pocket. Jacket's pocket ആണ് ജാക്കറ്റ് പോക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. സാറ ഇന്ന് രാത്രി പാർട്ടിക്ക് വരുന്നുണ്ടോ? സാറ ഇന്ന് രാത്രി പാർട്ടിക്ക് വരുന്നുണ്ടോ? Is Sarah coming to the party tonight? വന്നേക്കാം. അവൾ ഇപ്പോഴും ഉറപ്പ് പറഞ്ഞിട്ടില്ല. She may be, but she hasn't confirmed yet. She may be, but she hasn't confirmed yet. മറ്റൊരു ഉദാഹരണം, നിങ്ങൾ എന്റെ ഫോൺ കണ്ടോ?
ഹാവ് യു സീൻ മൈ ഫോൺ? അത് അടുക്കളയിലായിരിക്കാം. പോസിബിലിറ്റിയാണ് പറയുന്നത്. ഇറ്റ് മേ ബി ഇൻ ദ കിച്ചൺ, ഇറ്റ് മേ ബി ഓൺ ദി കിച്ചൺ, ഇറ്റ് മേ ബി ഇൻ ദ കിച്ചൺ. ഓക്കെ, that may be that will be the usage. Okay, it may be in the kitchen. എന്നാൽ ഏതെങ്കിലും ഒരു കിച്ചൺ ടേബിളിന്റെ മുകളിലോ അങ്ങനെ എന്തെങ്കിലും, ഇറ്റ് മേ ബി ഓൺ ദി കിച്ചൺ ടേബിൾ, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇറ്റ് മേ ബി ഇൻ ദ കിച്ചൺ. ഇനി നമുക്ക് മേ ഹാവും നോക്കിയ ഉദാഹരണം, അതിന്റെ യൂസ് എന്ന് പറയുന്നത് എക്സ്പ്രസീവ് പോസിബിലിറ്റി അൺസർട്ടനിറ്റി. മേയുടെ അതേ ഉപയോഗം തന്നെയാണ്. അപ്പോൾ ഹാവ് വരുന്നതുകൊണ്ടാ ചില സമയത്ത് മേ കഴിഞ്ഞിട്ട് വരുന്നത് ഒരു വെർബിന്റെ തേർഡ് ഫോം ആണെങ്കിൽ അവിടെ മേ ഹാവ് ആണ്. നോക്കിയേ, എക്സ്പ്രസിംഗ് പോസിബിലിറ്റി അൺസർട്ടനിറ്റി. എനിക്ക് എന്റെ പുസ്തകം എവിടെയും കണ്ടെത്തണേ. I couldn't find my book anywhere. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച നിങ്ങൾ അത് ലൈബ്രറിയിൽ വെച്ചിട്ടുണ്ടാകാം. ഇതൊരു പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ? വെർബിന്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യാം. I think you may have left at the library last week. ഇവിടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ലീവ് എന്ന് പറയുന്നതിന്റെ തേർഡ് ഫോം ആണ്, V3. അതുകൊണ്ടാണ് ഹാവ് ഉപയോഗിച്ചത്. I think you may have left at the library last week. അല്ലെങ്കിൽ you may എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ മേ ഹാവ് പറഞ്ഞിട്ടുള്ളതാണ് ലെഫ്റ്റ് ഉള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ, സാറ അവളുടെ ഫോൺ എടുക്കുന്നില്ല. സാറ ഈസ് ആൻസറിങ് ഹിയർ ഫോൺ. അവൾ ഇന്ന് നേരത്തെ ഉറങ്ങാൻ പോയിരിക്കാം. ഷീ മേ ഹാവ് ഗോൺ ടു ബെഡ് ഏർലി tonight. ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോവാനാണ്. ഗോ ടു ബെഡ്, ബെഡിലേക്ക് പോകാന്നുണ്ട് ഉറങ്ങാൻ പോവാ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഷീ മേ ഹാവ് ഗോൺ ടു ബെഡ് ഏർലി tonight. അവൾ ഇന്ന് രാത്രി നേരത്തെ ഉറങ്ങാം. She may have gone to bed early tonight. അടുക്കളയിൽ ഇപ്പോഴും ലൈറ്റുകൾ കത്തുന്നുണ്ട്. The lights are still on in the kitchen. അടുക്കളയിൽ ഇപ്പോഴും ലൈറ്റുകൾ കത്തുന്നുണ്ട്. The lights are still on in the kitchen. ആരെങ്കിലും അവ ഓഫ് ചെയ്യാൻ മറന്നിരിക്കാം. ആരെങ്കിലും അവ ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവാം. Someone may have forgotten to turn off the light. Someone may have forgotten to turn them off. അങ്ങനെ പറഞ്ഞാൽ അല്ലേ? Someone may have forgotten to turn them off. Turn off എന്ന് ഓഫ് ചെയ്യും. പാല് കേടായി എന്ന് തോന്നുന്നു. The milk looks like it's gone bad. Okay, it has gone bad. It has gone bad. It's gone bad. ഗോ ബാഡ് എന്ന് പറഞ്ഞാൽ കേടായി. ഗോ ബാഡ്, കേടാവുക, എന്തെങ്കിലും സമയം കേടായി എന്നുള്ള അർത്ഥത്തിലും പാലിൽ എല്ലാവരും ആഹാര സാധനങ്ങൾ കേടായി ഗോ ബാഡ്. അത് ഇന്നലെ ഡേറ്റ് തന്നിട്ടുണ്ടാകും. തരും, ഞാൻ തീയതി നോക്കാം. ഇറ്റ് മേ ഹാവ് എക്സ്പയർഡ് യെസ്റ്റർഡേ. ഗിവ് മീ, ഐ വിൽ ചെക്ക് ദ ഡേറ്റ്. ഇറ്റ് മേ ഹാവ് എക്സ്പയർഡ് യെസ്റ്റർഡേ. അങ്ങനെയല്ലേ പറഞ്ഞല്ലേ? അത് ഇന്നലെ ഡേറ്റ് തന്നിട്ടുണ്ടാകും. ഇറ്റ് മേ ഹാവ് എക്സ്പയർഡ് യെസ്റ്റർഡേ. തരൂ, ഗിവ് മീ, ഞാൻ ഡേറ്റ് നോക്കാം, ഞാൻ തീയതി നോക്കാം. ഐ വിൽ ചെക്ക് ദ ഡേറ്റ്. നെക്സ്റ്റ്, കുളിമുറിയിൽ തറ നനഞ്ഞതായി തോന്നുന്നു. The floor feels wet in the bathroom. Okay? കുളിമുറിയിലെ ബാത്റൂമിലെ ഫ്ലോർ നനഞ്ഞതായി തോന്നുന്നു. Feels wet. Okay? അപ്പോൾ the floor feels wet in the kitchen. Sorry, bathroom. ആരെങ്കിലും വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും വെള്ളം ഒഴിച്ചിട്ടുണ്ടാവാം. Someone may have spilled the water. Sorry, someone may have spilled. Okay, someone may have spilled the water. ആരെങ്കിലും വെള്ളം തളിച്ചിട്ടുണ്ടാവും, വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. Someone may have spilled the water. ഇനി നമുക്ക് മേ ഹാവ് ബീൻ അതിന്റെ ഉപയോഗം ശ്രദ്ധിച്ചേക്ക്. എക്സ്പ്രസിംഗ് പോസിബിലിറ്റി ഓർ അൺസർട്ടനിറ്റി. മേയുടെ ഉപയോഗം. എന്നാൽ ചില അപൂർവമായിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടീഷൻസ് വരും. അതായത് വെർബിന്റെ ING രൂപ വരുന്ന അല്ലെങ്കിൽ വളരെ നീണ്ട പ്രോസസ്സുകൾ, തുടർച്ചയായിട്ടുള്ള പ്രവൃത്തികൾ പറയുമ്പോഴാണ് നമ്മൾ അത്തരം ടെൻസുകൾ ഉപയോഗിക്കുക. അത്തരം സിറ്റുവേഷനിൽ മേയുടെ കൂടെ ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ING ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പാസീവ് പ്രയോഗങ്ങളാണ്. പാസീവ് ടെൻസിലുള്ള പാസീവ് വോയിസിലുള്ള ചില സെന്റൻസുകൾ പറയുമ്പോൾ വെർബിന്റെ V3 രൂപം വരുമ്പോൾ മേ ഹാവ് ബീൻ മേയുടെ കൂടെ
ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമുക്ക് നോക്കാം. എക്സ്പ്രസിംഗ് പോസിബിലിറ്റി ഓർ അൺസർട്ടനിറ്റി. പാസീവ് വോയിസ് അല്ലെങ്കിൽ PPC ടെൻസ് മീൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഒക്കെ നമ്മൾ വെർബിന്റെ ING രൂപമാണ് ഉപയോഗിക്കാറ് അല്ലെ. അതെ, എന്തിനാണ് അവൾ വിഷമിച്ചിരിക്കുന്നത്? വൈ ഇസ് ഷി അപ്സെറ്റ്? നീണ്ട മീറ്റിംഗിന് ശേഷം അവൾ തളർന്നിരിക്കാം അല്ലെ. അപ്പൊ അവിടെ പോസിബിലിറ്റിയെ കുറിച്ചാണ് പറയാം. ഷി മേ ഹാവ് ബീൻ ടയർഡ് ആഫ്റ്റർ ദ ലോങ് മീറ്റിംഗ്. ഇവിടെ എന്തിനാണ് ഹാവ് ബീൻ മേഡ് ഇവിടെ വന്നത്? ഇതൊരു പാസീവ് വോയിസ് ആണ്. ഷി മേ ഹാവ് ബീൻ ടയർഡ്. ടയർഡ് എന്ന് പറയുന്ന ഒരു V3 രൂപം കൂടിയാണ്. ഓക്കെ, അവർ പരിപാടി റദ്ദാക്കിയോ? Did they cancel the event? മോശം കാലാവസ്ഥ കാരണം മാറ്റിവെച്ചിരിക്കാം. ഒരു പരിപാടി മാറ്റിവെക്കുമെന്ന് പറയുമ്പോഴും അത് മാറ്റിവെക്കപ്പെടുകയാണ്. അതുകൊണ്ട് പാസീവ് വോയിസ് ആണ്. ഇറ്റ് മേ ഹാവ് ബീൻ പോസ്റ്റ്പോൺഡ്. അതുകൊണ്ടാണ് പോസ്റ്റ്പോൺഡ് V3 രൂപമാണ്. ഇത് പാസീവ് വോയിസ് ആണ്. ഇറ്റ് മേ ഹാവ് പോസ്റ്റ്പോൺഡ് എന്ന് പറയുന്ന പോലെ ഇറ്റ് മേ ഹാവ് ബീൻ പോസ്റ്റ്പോൺഡ് ഡ്യൂ ടു ബാഡ് വെതർ. ഓക്കെ, കാരണം ഒരു നീണ്ട ഒരു പ്രോസസ്സാണ്. ഒരു പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ മേ ഹാവിന്റെ കൂടെ ഒരു ബീനും കൂടി വേണം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് ഈ പെർഫെക്റ്റ് ടെൻസുകളുടെ ക്ലാസ് ഒന്ന് കാണണമെന്നാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അവൻ നേരത്തെ പോയതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വൈ ഹി ലെഫ്റ്റ് early. അയാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയിരിക്കാം. He may have been feeling unwell. He may have been feeling unwell. ഓക്കെ, ഇവിടെ ഫീലിംഗ് അൺവെൽ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ കണ്ടിന്യൂസ് ടെൻസിന്റെ ING രൂപം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ മേ ഹാവ് ബീൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ പാസീവ് ഉപയോഗിക്കുമ്പോൾ ഹി മേ ഹാവ് ബീൻ ഫീലിംഗ് അൺവെൽ, അവിടെ ഒരു സ്റ്റേറ്റിനെ കൂടി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അവൾ ഇത്ര അശ്രദ്ധമായിരിക്കുന്നത്? വൈ ഡിഡ് ഷി ലുക്ക് സോ ഡിസ്ട്രാക്ട്? അവൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാകാം. ഷി മേ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് സംതിങ്. ഇവിടെ തിങ്കിങ് ING ഉണ്ട്, അതുകൊണ്ടാണ് അല്ലെ. അതിനകത്ത് ഫീലിംഗ്, ഇവിടെ തിങ്കിങ്. ഷി മേ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് ശരത് മീറ്റിംഗിൽ വരാത്തത്? Why didn't Sharath show up for the meeting? ഷോ അപ്പ് ഒന്നും വരിക അല്ലെ. അയാൾ ട്രാഫിക്കിൽ പെട്ടുപോയിരിക്കാം. He may have been caught in traffic. He may have been caught in traffic. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് മേയുടെ ഉപയോഗം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. നമുക്ക് ലൈവ് ഡിസ്കഷനിൽ ഓരോ സിറ്റുവേഷനും ഇന്ററാക്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഞാൻ ഈ പോയിന്റോടെ ഡിസ്കസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതാണ് നിങ്ങൾ എല്ലാവരും ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാം. ഈ പോയിന്റുകളെല്ലാം നമുക്ക് നേരിട്ട് ഇന്ററാക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.